വീണ്ടും മറ്റൊരു ദേശീയ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി 3G Plus അവതരിപ്പിക്കുന്നു. ഇത്തവണയും ഈ ആപ്ലിക്കേഷൻ പിന്നിലെ തലച്ചോറ് ഒരു മലയാളിയാണെന്ന് അറിയിക്കുന്നതിൽ കൂടുതൽ സന്തോഷം. കൊല്ലം സ്വദേശിയും ഇപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുമായ സുജയ് പിള്ള എന്ന മലയാളിയാണ് ഹംദു എന്ന ഈ ആപ്ലിക്കേഷൻ പിന്നിലെ തലച്ചോറ്. നേരത്തെ 3G Plus അവതരിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഹൈബ്രിഡ് ആപ്ലിക്കേഷനാണ് ഹംദു. പ്രയോജനപ്രദമായ ഒട്ടേറെ ആപ്ലിക്കേഷനുകളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് ഹംദു. ഇന്ത്യൻ സാഹചര്യങ്ങളെ ആഴത്തിൽ തിരിച്ചറിഞ്ഞ് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ സിറ്റിസൺ ജേർണലിസം മുതൽ ഇംഗ്ലീഷ് വാക്കുകളുടെ ഉച്ചാരണം തിരിച്ചറിയുന്നതിന് വരെ നിങ്ങളെ സഹായിക്കുന്നു. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റേത് ഉൾപ്പെടെയുള്ള ഒട്ടേറെ അംഗീകാരങ്ങളാണ് എഡ്സർവറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ആപ്ലിക്കേഷൻ നേടിയത്. ഹംദുവിനെ കുറിച്ച് ഈ ആപ്ലിക്കേഷന്റെ ജീവാത്മാവും പരമാത്മാവുമായ സുജയ് പിള്ള. ഒരു suite of application അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംദുവിനെ നമ്മൾ മെയിനായിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. മൈ ഏരിയ, മൈ റിസോഴ്സസ്, മൈ വെബ്സൈറ്റ്, മൈ ഫ്രണ്ട്സ്. ഇതിന് ഓരോന്നിനും പ്രത്യേകം ഉപയോഗങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഹംദു. മൈ ഏരിയ ആണ് നമുക്കിപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതൊന്ന്. അതായത് ഇന്ത്യയിൽ കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 19,338 പിൻകോഡ്സ് ഉണ്ട്, 628 ഡിസ്ട്രിക്ട്സ് ഉണ്ട്, നമുക്ക് 28 സ്റ്റേറ്റ്, 7 യൂണിയൻ ടെറിട്ടറി. ഇത് എല്ലാത്തിനും ഓരോ പിൻകോഡ് ഇപ്പോൾ 6315331.ht.in അതാണ് ഒരു ഏരിയയുടെ പിൻകോഡ്. അല്ലെങ്കിൽ 110011.ht.in അതാണ് ആ ഏരിയയുടെ പിൻകോഡ്. ആ ഏരിയക്ക് ആ ഏരിയയുടെ മാപ്പ്, ആ ഏരിയയിൽ നടക്കുന്ന ആ ഏരിയയിലായിട്ട് തനിയൊരു ഡിസ്കഷൻ ഫോറം, ആ ഏരിയയ്ക്ക് ഒരു ക്ലാസ് ബൈറ്റ് ആൻഡ് റെന്റ് അങ്ങനെയുള്ള രീതിയിൽ ആ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമ്പലങ്ങൾ, ചർച്ചകൾ, അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ വ്യാപാര വ്യവസായ കേന്ദ്രങ്ങളും ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ആയിരിക്കും. അത് വന്നിട്ട് നമുക്ക് ഹംദു മൊബൈൽ ആപ്സ് ഡൗൺലോഡ് ചെയ്താലോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയാലോ കിട്ടാൻ പറ്റും. അത് വന്നിട്ട് ജനങ്ങൾക്ക് ആ ഏരിയയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഈ ഹംദു മാപ്സ് ഉപയോഗിക്കുന്നത്. ഒരു 2-way കമ്മ്യൂണിക്കേഷൻ, ഒരു ട്രാൻസ് റിസീവർ പോലെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഏരിയയിൽ ഇപ്പോൾ ഒരു ബസ് വരുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതൊരു ഡിസ്കഷൻ ഫോറത്തിൽ നമ്മുടെ ഏരിയയിൽ കഴിഞ്ഞുള്ള ആ ഡിസ്കഷൻ ഫോറത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ന്യൂസ്, ഇപ്പോൾ നമ്മളൊരു ആക്സിഡന്റ് കാണുന്നു, ആ ആക്സിഡന്റിനെ പറ്റി നമുക്ക് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഫോട്ടോയോടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നവർക്ക് അത്ര ആവശ്യമില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളവർ ഇത് കാണാൻ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. അടുത്ത ഇത് വന്നിട്ട് മൈ റിസോഴ്സസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. മൈ റിസോഴ്സസ് ആണ് നമുക്ക് ഏറ്റവും ഉപയോഗമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ മൊബൈലിന്റെ മറ്റ് യൂസസ് എല്ലാം ഈ ഏരിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു സ്കാനറാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു PDF കൺവെർട്ടർ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അർജന്റായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് അയക്കണം. ചിലപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മുടെ ഇത് ID കാർഡ് ചോദിക്കും, നമുക്ക് അവിടെ നിന്ന് സിറോക്സ് ഫോട്ടോകോപ്പി എടുക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് 2 മിനിറ്റ് ഇതിനകം ഏത് ഇമെയിൽ ഐഡിയിലോട്ട് PDF ഫോർമാറ്റിൽ അയക്കാൻ പറ്റും. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. അത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഉപയോഗം വന്നിട്ടുള്ള ഏരിയയാണ് PDF സ്കാനർ എന്ന് പറഞ്ഞിട്ടുള്ളത് ആയത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, ഏത് കമ്പനി എവിടെ ലോകത്തിൽ എവിടെ ലിസ്റ്റ് ചെയ്തിരുന്നാലും അതിന്റെ കറന്റ് പ്രൈസ് ഇന്ന് എത്രയാണ് വാല്യൂ അത് ഇതിനകത്തുനിന്ന് അറിയാൻ പറ്റും. അത് സ്റ്റോക്ക് ഓപ്ഷൻ ബിസിനസ് പീപ്പിളിന് ഏറ്റവും ഉപകാരമായിട്ടുള്ള ഇതാണ്. അത് നമ്മൾ മൈ റിസോഴ്സസ് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് തനി ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹംദു മാപ്സിന്റെ റിസോഴ്സസിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഇംഗ്ലീഷ് വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡ് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്നും അത് തന്നെ സ്പീക്ക് ഔട്ട് ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രിവേഷൻസ്. നമുക്ക് അറിയാമെന്ന് തോന്നിയാൽ ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. ഇപ്പൊ FRCS അല്ലെങ്കിൽ CBIക്ക് തന്നെ ഒരു 10-26 ഫുൾ ഫോംസ് ഉണ്ട്.
ഇത് ചില സ്ഥലത്ത് CBI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇതിന് വന്നിട്ട് ഈ അബ്രിവേഷൻസിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് വിത്തിൻ 1 മിനിറ്റിന് അതിന്റെ എക്സ്പ്ലനേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൈ റിസോഴ്സസ് ഏരിയ ഹംദ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറൻസി കൺവെർട്ടർ അതെല്ലാം ഇതിൽ ഉള്ളതാണ്. സാധാരണ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ഇതും ആ കറൻസി കൺവെർട്ടർ ഇതിനകത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം വരുത്താനുള്ള സാധ്യതയുള്ള ഒരു സ്ഥാനമാണ്. അതിൽ വന്നിട്ട് ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന 1D ബാർകോഡാണ്. ഇപ്പോൾ 2D ബാർകോഡ് വലിയ ഫേമസ് ആയിട്ട് വരികയാണ്. ഇപ്പോൾ 2D ബാർകോഡ് നമ്മൾ ഇപ്പോൾ വരുന്ന സാധാരണ വരുന്ന എല്ലാ പേപ്പറിലും അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. അതിന്റെ അഡ്വർടൈസ്മെന്റ് താഴെ ഒരു 2D ബാർകോഡ് കൊടുത്തിരിക്കും. പക്ഷെ സാധാരണ ഉള്ള മൊബൈൽ ഒന്നും അത് റീഡ് ചെയ്യില്ല. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി മാത്രമേ അത് റീഡ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഈ ഹംദ് മാപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു മൊബൈൽ ആണെങ്കിൽ സാംസങ്ങോ അല്ലെങ്കിൽ നോക്കിയോ അങ്ങനെയുള്ള ഏത് ഫോണാണെങ്കിലും ഏത് ജാവ സപ്പോർട്ടിംഗ് ഫോൺസോ അല്ലെങ്കിൽ സിംബിയൻ ആ ഫോൺസ് ആണെങ്കിലും ഇത് നമ്മൾ ഈ സെർവറിൽ പോയി അതിനെ ഡീകോഡ് ചെയ്ത് അതിന്റെ വെബ്സൈറ്റ് എന്താണ് അതിന് ഉള്ളിലുള്ളതെന്ന് 2D ബാർകോഡിനെ പറ്റി ഇത് കൊടുക്കും. അതേപോലെ തന്നെ 1D ബാർകോഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബുക്കുകൾക്കാണ്. ISBN നമ്പേഴ്സ്. ആ ISBN നമ്പർ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ തരാണ്. ആ ബുക്കിന്റെ ഇത് സ്കാൻ ചെയ്ത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് യു വിൽ ഗെറ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് ഇതിന് മുമ്പ് വായിച്ച് അതിന്റെ റിവ്യൂ കൊടുത്തിരിക്കുന്നത്, അതിന്റെ സെക്കൻഡ് ഹാൻഡ് പ്രൈസ്, ഇതെല്ലാം Amazon.com വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തു കൊണ്ടുവരുന്നത്. ഏറ്റവും അധികം അംഗീകാരം കൊടുത്തത് നമുക്ക് ഇന്ത്യ ബെസ്റ്റ് ആപ്സ് അവാർഡ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കൊന്നും ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം, ഹോസ്റ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, കമ്പ്യൂട്ടറിൽ തുടങ്ങിയതല്ല. അതാണ് ഈ ഹംദ് മാപ്സിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് ഒരു പ്രോഗ്രാമോ ഒരു നോളജോ ആവശ്യമില്ല. കുറച്ച് ഇതൊന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം പഠിച്ചെടുത്താൽ മതി. ഇതിന്റെ ബേസിക് വേർഷൻസ് ആണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ ഒരു 10ാം ക്ലാസ് ഒരു മൊബൈൽ യൂസ് ചെയ്യാവുന്ന ആർക്കും അവരുടേതായ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഹംദ് മാപ്സ് വെച്ചിട്ട്. പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ കോൺസെപ്റ്റ് വെച്ചാണ് തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഉള്ളവർ വിത്തിൻ 5 മിനിറ്റ്സിനാണ് അത് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് പെർസെന്റേജ് വളരെ ഹൈയാണ്. 80% വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യും. ഒരു ഇത് ഡൗൺലോഡ് ചെയ്യുക, നോക്കുക, അങ്ങ് കളയുക. അങ്ങനെയുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അതുപോലെ അതെല്ലാം ഒരു ഫംഗ്ഷനെയാണ് അവർ ഇതായിട്ട് നോക്കുന്നത്. അവർ ഉപയോഗമില്ല. ഇപ്പം ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് കിടക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ അവർ ഇത് അല്ലെങ്കിൽ മറ്റേത് എപ്പോഴെങ്കിലും ഉപയോഗിക്കാന്ന് പറഞ്ഞൊരു സൈഡിൽ തള്ളിയിടുന്നുണ്ട്. അത് അവർ റീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരുപാട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ഡൗൺലോഡ് നടത്തേണ്ടത്. ഡൗൺലോഡ് ചെയ്യുന്നവർ യൂസേജ് വളരെ ഹൈ ആണ്, ഡിലീറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ പറഞ്ഞാൽ ഇത് മെമ്മറി വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഹൈബ്രിഡ് ആപ്പ് എന്നുള്ള ഈ നേറ്റീവ് ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുഴപ്പം നമ്മൾ മെമ്മറി ഒരുപാട് എടുക്കും, ബാറ്ററി ചാർജസ് ഒരുപാട് എടുക്കും, അത് വളരെ സിസ്റ്റത്തെ വളരെ സ്ലോ ചെയ്യും. അതേപോലെ യൂസറിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് കിട്ടത്തില്ല. അവരുടെ മൊബൈലിൽ കിടന്ന് കറങ്ങാൻ പറ്റും. പക്ഷെ ഒരു ഹൈബ്രിഡ് ആപ്പ് വെബ് ആപ്പിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻഫർമേഷൻസ് ഇന്നിപ്പോ 3G എല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. നേറ്റീവ് വന്നിട്ട് നമ്മൾ ആദ്യത്തെ ഇന്റർനെറ്റ് കണക്ഷൻ സ്ലോ ആയിരിക്കുന്ന സമയത്താണ് അത് ഉപയോഗം ഒരുപാട് ഇതായിട്ടുള്ളത്. ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ് എല്ലാം വെബ് ആപ്പ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻസ് ആയിരിക്കും കൂടുതലുള്ളത്. ഇതിന് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് കിട്ടിയത് കഴിഞ്ഞ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് വന്നിട്ട് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് റിലീസ് ആയത്. അതിൽ വന്നിട്ട് ലിസ്റ്റ് ആവുന്ന ഫസ്റ്റ് മൊബൈൽ ആപ്സ് ഇതാണ്. ഡൽഹിയിൽ ഒരു ആൾ ഇന്ത്യ മൊബൈൽ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ വന്നിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലാതെ എങ്ങനെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഹംദ് ബെസ്റ്റ് ആൻസർ എന്നുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടി. അതിൽ വന്നിട്ട് സന്ദീപ് സായൻ എയർടെലിന്റെ ചീഫ് ഇന്നോവേറ്റീവ് ഓഫീസറാണ്. അദ്ദേഹം പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സെൻട്രിക്, ഇന്ത്യക്കായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളത് ഹംദ് ഒരു നല്ല തീർത്തും ഉപയോഗമുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇത് ഒരുപാട് വളരണമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് യഥാർത്ഥത്തെ റെക്കമെൻഡ് ചെയ്തത്. എയർടെലിനകത്ത് ബ്ലാക്ക്ബെറി ആയിട്ട് ടൈപ്പ് അങ്ങനെയുള്ള ഇതിനെല്ലാം ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാത്തിനും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാംസങ് അവർ തന്നെ വന്നിട്ട് ഞാൻ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സാംസങ് ലാബിലാണ് ഇത് ടെസ്റ്റ് ചെയ്തത്. അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. സാംസങ്ങിന്റെ ജാവ ബെല അതിൽ 2 കിട്ടുന്നുണ്ട്. പിന്നെ സിംബിയൻ
ഇത് നോക്കിയുടെ അതിൽ ഇതിൽ കിട്ടുന്നത്, ബ്ലാക്ക്ബെറിയുടെ അതിൽ കിട്ടുന്നത്. ഞങ്ങൾ ആൻഡ്രോയിഡിന്റെ വേർഷൻസ് അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേർഷനായിട്ട്, മറ്റേതെല്ലാം ഒരേപോലെ ഇരുന്നാൽ ഇത് വന്നിട്ട് ആൻഡ്രോയിഡിന്റെ ഒരു പുതിയ വേർഷൻ ഇപ്പോൾ ഒരു 3 months വിൽ ബി റിലീസിംഗ്. ഡൗൺലോഡ്സ് വന്നിട്ട് ഗെജാറിൽ നിന്ന് മാത്രം അറൌണ്ട് 73,600 ഡൗൺലോഡ്സ് വന്നിട്ടുണ്ട്. ഇതിൽ എയർടെൽ ബ്ലാക്ക്ബെറി അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമേ അറൌണ്ട് 50,000 ഡൗൺലോഡ്സ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഡൗൺലോഡ്സും അതുപോലെ അറൌണ്ട് ഒരു 1,50,000 ഡൗൺലോഡ്സിന് മേലെ ഇപ്പോൾ ഒരു കുറഞ്ഞ കാലത്തിനാണ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഹണ്ടും ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കൽ നമ്പറിലിരുന്നോ ഒരു സാധാരണ ഫോൺ നമ്പറിലിരുന്നോ നമുക്ക് വന്നിട്ട് ബൈ സെൽ റെന്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് ഡയറക്റ്റ്ലി സൗണ്ട് ഫോർമാറ്റിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിനൊന്ന് ഡീകോഡ് ചെയ്ത് UGC അതായത് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ആയിട്ട് ഡീകോഡ് ചെയ്ത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് ഇപ്പോൾ ഒരു പിൻകോഡിൽ ഒരാളെ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമീഡിയറ്റായിട്ട് ഫസ്റ്റ് ഒരു 2 minutes it will take for registration. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ ന്യൂസ് ആ വെബ്സൈറ്റിൽ കിടക്കും. അത് വേറൊരാൾ കണ്ടിട്ട് അതിനെ റിപ്പോർട്ട് അബ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. അത് ആ ന്യൂസ് വന്നിട്ട് ആ ജില്ലയിലുള്ള ആ ഡിസ്ട്രിക്റ്റിലുള്ള മാക്സിമം എല്ലാ പിൻകോഡിലും മാക്സിമം ലൈക്സ് വന്നിട്ടുള്ള ന്യൂസ് എന്ന ആ district.ht.in അല്ലെങ്കിൽ തിരുവനന്തപുരം.ht.in അല്ലെങ്കിൽ കൊല്ലം.ht.in ആ വെബ്സൈറ്റിൽ ആ ന്യൂസ് വരും. ആ കൊല്ലത്ത് അതേപോലെ എല്ലാ ജില്ലയിലും വരുന്നത് ഇപ്പൊ കേരളത്തിലെ 14 ജില്ലയിലും വന്നിരിക്കുന്ന ന്യൂസിൽ ഏത് ന്യൂസിന് മാക്സിമം ലൈക്സ് മാക്സിമം കമന്റ്സ് ഇത് വരുന്നത് കേരള.ht.in ആ വെബ്സൈറ്റിൽ വരും. അത് കേരളത്തിന്റെ ഇന്ത്യയിൽ മൊത്തമുള്ള ഏരിയയിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ന്യൂസിൽ ഏത് ന്യൂസിന് മാക്സിമം ലൈക്ക് വരുന്നു ആ ന്യൂസ് വന്നിട്ട് ഇന്ത്യ.ht.in വരും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പൗരനും ഒരു ലോക്കൽ കാളുകൊണ്ട് അങ്ങനത്തെ സൗണ്ട് ഇന്ത്യ മൊത്തവും കേൾക്കാൻ പറ്റും. അതാണ് ഫ്രീഡം.